ക്ഷമ നമ്മൾ ഇന്നലെ മലപ്പുറത്തെ ഒരു വീട്ടമ്മ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി വന്നിരുന്നു. അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. വീട്ടമ്മ പറയുന്നത് കളവാണ് എന്ന് പോലീസ് നിഷേധിക്കുകയും പോലീസുകാർ ചാനലുകളൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വീട്ടമ്മ വീണ്ടും അത് പറയുന്നത് ആ പരാതി വ്യാജമല്ല, അവർ പറയുന്ന പരാതി ജെന്യുവിനാണെന്ന് വീട്ടമ്മ പറയുന്നു. പക്ഷേ പൊതുസമൂഹം രണ്ട് തരത്തിൽ അതെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് അത് വ്യാജമാണെന്ന് പറയുന്നു, രണ്ട് വ്യാജമല്ല എന്ന് പറയുന്നു. ഇന്ന് ഈ പീഡന പരാതികൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഏതാണ് സത്യം, ഏതാണ് യാഥാർത്ഥ്യമല്ലാത്തതെന്ന് നമുക്ക് തിരിച്ചറിയാനും ബുദ്ധിമുട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. അത് കള്ളം പറയുകയല്ല, കള്ളം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. അതിന് ആരോ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇന്നലെ രാത്രി മൊത്തം എന്നെ തെറിവിളിയായിരുന്നു നാട്ടുകാർ ഫോൺ വിളിച്ചിട്ട്. ഞാൻ അവസാനം ഫോൺ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ച്. അപ്പോ ഞാൻ അവര് പറയുന്ന കള്ളത്തരത്തെ പിന്തുണയ്ക്കുന്നു. റിപ്പോർട്ടർ ചാനൽ കൊണ്ട് നമ്മൾ റിപ്പോർട്ടർ ചാനലിനെ പിന്തുണച്ചോ? ഇല്ല. റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ മരമുറി കേസിലെ പ്രതിയാണെന്നാ ഞാൻ നമ്മൾ പറഞ്ഞു. അയാൾക്ക് എന്തിനാണ് മാധ്യമ പുരസ്കാരം കൊടുത്തേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, എന്ത് അടിസ്ഥാനത്തിലാണ് അഗസ്റ്റിന് മാധ്യമ പുരസ്കാരം നൽകേണ്ട? അഗസ്റ്റിന് എന്ത് തേങ്ങ ഇവിടെ ചെയ്തിട്ടാണ് മാധ്യമ പുരസ്കാരം കിട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ റിപ്പോർട്ടർ ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ടർ ചാനലിലെ വാർത്തയൊന്നും പിന്തുണയ്ക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അവർ പറയുന്നത് കള്ളമല്ല. അവർ പറയുന്നതിൽ വളരെ വ്യക്തതയുണ്ട്. ഒരു സാധാരണക്കാരിയായ വിദ്യാഭ്യാസം, അവർക്ക് കാര്യമായ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയാണെന്നാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ പറയുന്ന മൊഴിയിൽ ക്ലിയറാണ്, ആ മൊഴി ക്ലിയറാണ്. അത് ഇവിടുത്തെ പോലീസിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് സത്യമാണ് എന്നുള്ളത്. കാര്യം പോലീസിന് മുന്നിൽ ചെന്ന് നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് മനസ്സിലാകും. പോലീസ് ബുദ്ധിയുള്ളവർക്ക് അത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നുണ പരിശോധനയ്ക്ക് തയ്യാറാണ് ഞാനെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അതെന്താ ഇവര് പറ, ഞങ്ങൾ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയത്തില്ല. ആ മൊഴി ക്ലിയർ ആണത്. പക്ഷേ ഈ വിനോദ് ബെന്നിയുടെ പേരെടുത്തിട്ടാണ് ഇവര് ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. വിനോദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ബെന്നിയുടെ പേര് പറഞ്ഞിട്ടാണ്. ബെന്നി ഡിവൈഎസ്പി ആയിരിക്കെ, സുൽത്താൻ ബത്തേരിയിൽ ഡിവൈഎസ്പി ആയിരിക്കെ ആണ് മുട്ടിൽ മരമുറി കേസ് ബെന്നി അന്വേഷിച്ചത്. ഒരു ഘട്ടത്തിൽ ബെന്നി കേസ് കളഞ്ഞിട്ട് പോയ ആളാ. എനിക്ക് അന്വേഷിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ആളാ. മുട്ടിൽ മരമുറിയിൽ ഏതാണ്ട് 300 കോടിയുടെ അഴിമതി നടന്ന കേസാണ്. അതായത് അനധികൃതമായി വ്യാജ ലൈസൻസ് ഉണ്ടാക്കി മുട്ടിൽ പ്രദേശത്തെ മരം മുറിച്ച് കടത്തി അഗസ്റ്റിനും അഗസ്റ്റിന്റെ സഹോദരങ്ങളും കൂടെ എന്നാണ് കേസ്. 300 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ്. 300 കോടിക്ക് വ്യാജ ലൈസൻസ് ഉണ്ടാക്കി കാട്ടിലെ തടി കട്ടു, അതാണ് കേസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ കേസിൽ ബെന്നി അന്വേഷിച്ചതും കാര്യമൊക്കെ അത് ശരിയാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അഗസ്റ്റിന് ബെന്നിയോട് പകയുണ്ടായിരിക്കാം. അഗസ്റ്റിന് ബെന്നിയോട് പകയുള്ളതിനാൽ അഗസ്റ്റിന്റെ ചാനലിന് ബെന്നിയോട് പകയുണ്ടായിരിക്കാം. അഗസ്റ്റിന്റെ റിപ്പോർട്ടേഴ്സിനും ബെന്നിയോട് പകയുണ്ടായിരിക്കാം. ഒരു സമയത്ത് ഈ റിപ്പോർട്ടർ ചാനലും മാതൃഭൂമിയും തമ്മിൽ വയനാട്ടിലെ വാർത്തകൾ തമ്മിൽ മത്സരമായിരുന്നു, അറിയാമോ? മാതൃഭൂമിയുടെ ശ്രേയാംസ് കുമാറിന്റെ പേരിലുള്ള ഭൂമിയുടെ കയ്യേറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ തുടർച്ചയായി വാർത്ത കൊടുത്തു. എന്തിനാ വാർത്ത കൊടുത്തേ? മുട്ടിൽ മരമുറിയെ കുറിച്ച് മാതൃഭൂമി വാർത്ത കൊടുത്തു. ഇവരെല്ലാം വയനാട്ടുകാരാ. വയനാട്ട് കിടക്കുന്നവരാ ഇവരെല്ലാം. അപ്പൊ ഇവര് തമ്മിൽ മത്സരിച്ചിട്ട് മാതൃഭൂമിയുടെ കയ്യേറ്റങ്ങൾ റിപ്പോർട്ടർ ചാനലും പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിലെ അഗസ്റ്റിന്റെ മുട്ടിൽ മരമുറി കേസ് ഇവരും പറഞ്ഞു. ഇത് സംസ്ഥാനത്തെമ്പാട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. പിന്നെ ഇവരെല്ലാവരുടെ കോംപ്രമൈസ് ആയിട്ടാണ് ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ചാനലും ചെളി വാരി എറിയാത്തത്. അല്ലെങ്കിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ പറയുന്നു നുണ പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണെന്ന്. ഞാൻ ആ സ്ത്രീയുടെ കൊടുത്തിട്ടുള്ള ആ സ്ത്രീ ഹണി ട്രാപ്പുകാരിയാണെന്നാണ് ഈ വിനോദ് പറഞ്ഞത്. SHO വിനോദ്. അവർ കൊടുത്തിരിക്കുന്ന ഒരു ഒറ്റ പരാതിയാണ് വന്നിരിക്കുന്നത്. അതൊരു ഓട്ടോ ഡ്രൈവർക്കെതിരെയാണ്. ഒരു ഓട്ടോ ഡ്രൈവർക്കെതിരെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. ആ ഓട്ടോ ഡ്രൈവർ പരാതി, ആ സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആണ്. അതിലവർ പറയുന്നു, ഞാൻ സ്വർണം മേടിച്ച് ബസ്സിൽ കയറാൻ പോവാൻ നിന്ന എന്നെ ബസ് ഫെയർ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി നായ്ക്കൾ ധാരാളമുള്ള ഒരു മേഖലയിൽ നല്ല മഴയത്ത് നിർത്തി എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ആ സാഹചര്യം, സന്ദർഭം വളരെ ക്ലിയറായി വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ വന്ന് നിന്ന് കള്ളം പറയാൻ പറ്റില്ല. മൊഴി കള്ളത്തരമാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. പോലീസിന് മനസ്സിലായെന്നേ,
ഞാൻ ഇന്ന് രാവിലെ നമ്മൾ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചത് ഞാൻ പറയുന്നത് അത് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. എന്താ എഫ്ഐആർ ഇടാത്തെ? അവർ പരാതി കൊടുത്തല്ലോ, എഫ്ഐആർ ഇടണം. എഫ്ഐആർ ഇട്ട് നിങ്ങൾ അന്വേഷണം നേരിടണം. സാധാരണക്കാരനായ ഒരു മനുഷ്യനെതിരെ ഒരു പരാതിയുമായി ഇങ്ങനെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീ പരാതി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അയാൾക്കെതിരെ എഫ്ഐആർ ഇടിക്കും. ആ സ്ത്രീയുടെ എന്താ ചെയ്യുക? ആ സ്ത്രീയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും പോലീസ്. മൊഴി രേഖപ്പെടുത്തി എന്ത് ചെയ്യും? ആ മൊഴി ആ സ്ത്രീയെ വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പിടിയിച്ച് അടുത്ത പ്രോസസ് എന്തോ സിസ്റ്റത്തിൽ കയറും എഫ്ഐആർ. സാധാരണക്കാരനാണെങ്കിൽ റിമാൻഡിൽ പോവും. ചിലപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കാൻ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് ആപ്ലിക്കേഷൻ, ആന്റിസിപ്പേറ്ററി ബെയിലിന് ആപ്ലിക്കേഷനും കൊടുത്തിട്ട് മുങ്ങി അടക്കേണ്ടി വരും. ഇല്ലേ? മുങ്ങി അടക്കേണ്ടി വരും സാധാരണക്കാരാണെങ്കിൽ. ഇതെന്താ എടുക്കാത്ത? സുജിത് ദാസൊക്കെ ചാരി അങ്ങ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കള്ളൻ. അവിടെ പിന്നെ 12,000-ഓളം കേസുകൾ NDPC കേസുകൾ ഉണ്ടായിരുന്നിടത്ത് ഇദ്ദേഹം വന്ന ശേഷം 40,000-ലധികമായി അവിടെ കേസുകൾ. കഞ്ചാവ് ലഹരി, കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിക്കുന്നത്. അതിന്റെ കേസ് ഇത്രയും വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയായിരുന്നു? ഈ സാധനം കൊണ്ടുവന്ന് പിടിച്ചവർക്ക്, അതായത് പിടിക്കുന്ന കേസുകളിലെ കുറച്ച് സാധനം എടുത്ത് മാറ്റി വെച്ചിരിക്കും. മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന പോലെ ശത്രുക്കളായിട്ടുള്ളവന്മാരെ എല്ലാം പിടിച്ച് ഇത് കേസ് ഇട്ട് കൊടുക്കും. ഇവന്മാർ ചെയ്യുന്ന പണിയാന്നേ. അത് ശരി. ഇവന്മാരുടെ ഇങ്ങനെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരു പണിയുണ്ട്. ഇത്തരം പണി ചെയ്യുന്നവരുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ വാർത്ത കൊടുത്ത് വലിയ കുഴപ്പങ്ങളായപ്പോൾ അതിന് പിന്നാലെ എന്നോട് പറഞ്ഞത് ഒരു സാധനം, നിനക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. സാർ ഇത് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്നെ ഉടുപ്പ് ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഉടുപ്പിന്റെ ഉടുപ്പ് കാണിച്ചിട്ട് വേണ്ട, ഇത് ക്യാമറയാണ് സാർ ഈ പറഞ്ഞ എന്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞ ഇവിടെ വെടിമരുന്ന് ഇരിപ്പുണ്ടെന്ന്, നിനക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ഇട്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറയാം, ഞാനൊരു മീഡിയ പേഴ്സൺ ആയിട്ട്, ഞാൻ മീഡിയ പേഴ്സൺ ആണെന്ന് അറിഞ്ഞിരിക്കെ എന്നോട് ഈ ഡയലോഗ് പറഞ്ഞവർ. അവരുടെ കയ്യിൽ ഈ വേലത്തരങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? 42,000 കേസാക്കി. ബാഡ്ജ് ഓഫ് ഓണർ കിട്ടിയ ആൾക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ പിടിച്ചു ഈ സുജിത് ദാസിന്. അന്വേഷിക്കുക. അതുപോലെ കരിപ്പൂര് രാത്രിയിൽ എന്താ കടകൾ ഇദ്ദേഹം തുറക്കാൻ സമ്മതിക്കാത്ത? കരിപ്പൂര് രാത്രി 10 മണിക്ക് ശേഷം കടകൾ തുറക്കാൻ ഇദ്ദേഹം സമ്മതിക്കില്ല. ഇദ്ദേഹം അതെല്ലാം അടച്ചു പൂട്ടിച്ചു രാത്രി 10 മണിക്ക് ശേഷം. എന്താ? ഡാൻസ് സ്റ്റാഫിനെ വെച്ചിട്ട് ഇദ്ദേഹം പിന്നെ കേസെടുപ്പിച്ചു. സ്വർണ്ണക്കടത്തിൽ ഡാൻസ് സ്റ്റാഫിനെ വെച്ചിട്ട് കേസ്. കസ്റ്റംസ് പിടിക്കേണ്ട സാധനം കസ്റ്റംസിന് കേസ് കൈമാറാതെ പോലീസ് കൈകാര്യം ചെയ്തു. എന്തിനാ കൈകാര്യം ചെയ്ത്? സ്വർണം തട്ടിയെടുക്കാൻ. പിടിക്കുന്ന സ്വർണം ഞാൻ പറഞ്ഞില്ല, 20 കിലോ പിടിച്ചു കഴിഞ്ഞാൽ 5 കിലോ മാത്രം കേസ് ഷീറ്റിൽ ഉൾപ്പെടുത്തും. 15 കിലോ ഇവര് മുക്കും. ഈ ഡാൻസ് സ്റ്റാഫ് ടീം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഡാൻസ് സ്റ്റാഫിന്റെ ടീമിനായിട്ട് ഇദ്ദേഹം അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇതാണ്. ഈ സാധനമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അൻവർ അൻവറിനെ കുറിച്ച് പേരുദോഷം എന്ത് പറഞ്ഞാലും അൻവർ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അൻവർ പറയുന്നത്. പഠിച്ചിട്ടെന്ന് വെച്ചാൽ അൻവർ ആ മേഖലയിലുള്ള ആളാണ്, അല്ലേ? ആ മേഖലയിലുള്ള ഒരാള്. അദ്ദേഹത്തിന് അവിടെ നിന്ന് കൃത്യമായി വിവരം കൊടുക്കാൻ ആളുകളുണ്ട്. ആ വിവരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ കയ്യിൽ കുറെ കുരുത്തക്കേടുകളുണ്ട്. കുറെ കുരുത്തക്കേടുകൾ ഉള്ളത് കൊണ്ടാണ് ഈ പൊതുസമൂഹം അൻവറിനെ തള്ളി പറയുന്നത്. പിന്നെ അൻവറിനോട് ശത്രുതയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ സ്ത്രീയുടെ പരാതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അൻവറിനോട് കുറച്ചു പേർക്ക് ശത്രുതയുണ്ട്. അൻവർ കുഴപ്പക്കാരനാണ്, അത് അല്ലെന്ന് നമ്മൾ പറയത്തില്ല. അൻവറിന്റെയും കുരുത്തക്കേടുകളുണ്ട്. അൻവറിന്റെ ഭൂമി കയ്യേറ്റമുണ്ട്, വ്യാജ തടയണ നിർമ്മിച്ചിട്ടുണ്ട്, അത് കോടതി തെറി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഭൂമി കയ്യേറ്റമുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കോടതി അംഗീകരിച്ചതും അവരുടെ തന്നെ പഞ്ചായത്ത് ഇരിക്കുന്ന അവര് തന്നെ അവരുടെ പഞ്ചായത്ത് പറഞ്ഞാൽ ഇദ്ദേഹം കയ്യേറ്റമുണ്ട്, കുരുത്തക്കേടുകളുണ്ട്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഒരു വനിതയുടെ, ഒരു സ്ത്രീയുടെ പരാതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. അൻവറിനോട് പകയുണ്ട്. ഒരു ചാനലിൽ, ഇവിടുത്തെ ഒരു പിന്നെ നമ്പർ 1 ചാനലിന് അൻവറിനോട് പകയുണ്ട്. അൻവറിന് തിരിച്ചുകൊണ്ട് അൻവർ അവരെയും തെറി പറയും, അവർ അൻവറിനെയും തെറി പറയും. ഒന്നാം നമ്പർ ചാനൽ എന്താ? ഏഷ്യാനെറ്റിന് അൻവർ തെറി പറയും. അൻവർ നിരന്തരം തെറി പറയുന്ന ചാനലാണ്. ഏഷ്യാനെറ്റ് ആരും കാണരുതെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവർ. ഏഷ്യാനെറ്റ് ആരും കാണാൻ പാടില്ല. അത് എവിടെ പോയിരുന്ന അൻവർ പ്രഖ്യാപിച്ചെന്ന് അറിയാമോ? റിപ്പോർട്ടർ ചാനലിൽ പോയിരുന്നു. റിപ്പോർട്ടർ ചാനലിൽ ചെന്നിരുന്നിട്ട് അൻവർ പറഞ്ഞ്, നിങ്ങളാരും ഏഷ്യാനെറ്റ് കാണരുത്, ഏഷ്യാനെറ്റ് പറയുന്നത് മൊത്തം കള്ളത്തരമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏഷ്യാനെറ്റിന് ഇദ്ദേഹത്തോട് പകയുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റ് എന്തോ, ഏഷ്യാനെറ്റ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഈ വാർത്ത രാവിലെ പുറത്തു വിടും എന്ന് അറിഞ്ഞ് കണ്ടുപിടിച്ചതിനേക്കാൾ മുമ്പേ ആ കേസ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് വാർത്ത ബ്രേക്ക് ചെയ്തു. ഏഷ്യാനെറ്റ് രാവിലെ 7 മണിക്ക് തന്നെ ഈ പരാതി വ്യാജമാണ്, ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, അത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ബ്രേക്ക്. അത് ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യാൻ പാടില്ല.
നമുക്ക് ഏഷ്യാനെറ്റിന് വിശ്വാസ്യത ഉള്ള ഒരു ചാനലാണ്. അപ്പൊ ഏഷ്യാനെറ്റ് എന്താണെന്ന് വെച്ചാൽ ചിലരോട് ഏഷ്യാനെറ്റിന് ദേഷ്യം വന്നു. അപ്പൊ ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തു. ഇപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സ്ത്രീയുടെ പരാതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്. അവരെ വെല്ലുവിളിക്കുന്ന ചെറിയ ആളുകളെ അല്ല, ഒരു പോലീസിന്റെ വലിയ സംവിധാനത്തെയാണ്. ഒരു സാധാരണ സ്ത്രീ അങ്ങനെ അവർക്ക് ചെയ്യില്ല. അപ്പൊ ആ വെല്ലുവിളി പോലീസ് ഏറ്റെടുക്കട്ടെ. വെല്ലുവിളി പോലീസ് ഏറ്റെടുക്കണം. നിങ്ങളും പറ, നിങ്ങൾക്ക് നുണ പരിശോധനയ്ക്ക് നിങ്ങളും തയ്യാറാണെന്ന്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് നുണ പരിശോധന നടത്തും. ആരാ സത്യം പറയുന്നത് അറിയണമല്ലോ. അല്ലാതെ എന്താ പറയാ, മുട്ടിൽ മരം മുറി ഞാൻ പണ്ട് അന്വേഷിച്ചതിന്റെ പേരിൽ എന്നെ എല്ലാവരും കൂടെ എടുത്ത് ക്രൂശിക്കുന്നതെന്ന് വിളിച്ചു പറയാം. എന്നിട്ട് അത് പറഞ്ഞ് ഒരാൾ രക്ഷപ്പെടുന്നു, അയാളെ ചാരി ബാക്കി 2 മഹാന്മാരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും സമാധാനം ഉണ്ടാവില്ല. രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. ശരി.